ിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് AICC നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതിപക്ഷ നേതാവും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. നടപടി വേണം, ഇനി ചേർത്ത് പിടിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ വരുമ്പോൾ സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, അങ്ങനെ VD സതീശനും കൈവിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായി തന്നെ ഈ വിവരം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നതാണോ? പ്രതികരണം ഉണ്ടാകുമോ? അനുജ, ഉറപ്പായും ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ഏറെക്കാലമായി ചേർത്തു പിടിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. പ്രത്യേകിച്ചും തന്റെ സഹോദര തുല്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതായിരുന്നു VD സതീശൻ മുൻപ് പരസ്യമായ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും പറഞ്ഞ നിലപാട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. നടപടി അല്പസമയത്തിനകം ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിനോട് തന്നെ രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒട്ടും വൈകാതെ ആ രാജി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഹൈക്കമാൻഡ് രാജിക്കത്തുൾപ്പെടെ പ്രിന്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കും. അതിൽ നിർണായകമായത് ഹൈക്കമാൻഡിന്റെ ഇടപെടലാണ്. ഹൈക്കമാൻഡിന്റെ ഇടപെടലിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടെടുത്തു എന്നുള്ളതാണ്. സമീപ കാലങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അധികം ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പുറത്തു വരുന്ന വിവാദങ്ങളിലും VD സതീശന് കടുത്ത അതൃപ്തിയുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില മോശം പരാമർശങ്ങൾ പലരോടും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും രാഹുലിനെ ചേർത്തു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് VD സതീശൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്നൊരു താല്പര്യത്തിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കൂടുതൽ തെളിവുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുമെന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ MLA സ്ഥാനം പോലും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ. പക്ഷേ അതിനുശേഷവും കൂടുതൽ നടപടികളിലേക്ക് കൂടി പാർട്ടി കടന്നേക്കാനുള്ള സാഹചര്യവുമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി എന്തായാലും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾക്കും ഇതിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടായ പറ്റൂ. പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 11 മണിക്കൊരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് മാധ്യമങ്ങളുമായി ഇക്കാര്യത്തിൽ സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചനയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയാൽ പകരം ആർക്ക് ചുമതല കൊടുക്കണമെന്നതുൾപ്പെടെയുള്ള ഗൗരവമായ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൂടുതൽ അല്പസമയത്തിനകം തന്നെ ഈ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കും. അനുജ, അതാണ് എല്ലാ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹത്തെ കൈവിടുകയാണ് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്നുള്ള നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവും എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പരിപാടിയുണ്ട് 11 മണിക്ക്. ഒരുപക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സലിം മാലിക് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.